വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. മാസ്റ്റർ കി അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ കൺഫർമേഷൻ എത്തിക്കഴിഞ്ഞു. ഏതാ പരീക്ഷ? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫിഷറീസ് ഓഫീസർ പരീക്ഷയുടെയാണ് എന്ത് വന്നിരിക്കുന്നത്? കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫർമേഷൻ നോക്കാം. എന്നാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, കൺഫർമേഷൻ വന്നു. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് അറിയാം ഫിഷറീസുകാർക്കും അതുപോലെ സുവോളജിക്കാർക്കും വളരെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ഫിഷറീസ് ഓഫീസർ എന്നുള്ള പരീക്ഷ. നിങ്ങൾക്കറിയാം സുവോളജിക്കാർ ഈ പറഞ്ഞതുപോലെ പുറകോട്ട് മാറി നിൽക്കേണ്ട ഈ പഠനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഫിഷറീസ് ഓഫീസർ അല്ലെങ്കിൽ ഫിഷറീസുകാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും അല്ല, അത് നിങ്ങളുടെ തെറ്റായ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ റാങ്ക് പട്ടികയിലും സുവോളജിക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. അപ്പൊ നിങ്ങൾക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് മാറി നിൽക്കില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ടെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അപ്പോൾ സുവോളജിക്കാർ നന്നായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്കും എന്ത് കിട്ടും? ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടിയവർ കഴിഞ്ഞ റാങ്ക് പട്ടികയിലും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാ വന്നേക്കുന്നത്? 3/6/2026 നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് 3/6/2026. നമുക്കൊരു ജൂൺ മാസം ആദ്യം തന്നെ പരീക്ഷയുണ്ട്. നമുക്കിനി 2 മാസമേ ഉള്ളൂ നമ്മുടെ മുമ്പ് സമയം. 2 മാസം സമയമുണ്ട്. ഈ 2 മാസം കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്യണം, ഫുൾ റിവൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 50-55 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷൻസ് കൂടെ തുടങ്ങണം. എന്നെങ്കിലും നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. എക്സാമിനേഷൻ ഡേറ്റ് 3/6/2026 ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ബുധനാഴ്ച ദിവസം ആകുമ്പോൾ വർക്കിംഗ് ഡേ ആണ്. നമുക്ക് സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ടൈം വരും. അപ്പൊ ഈ ഒരു ദിവസമൊക്കെ ആയിരിക്കും മിക്കവാറും സ്കൂൾ തുറക്കുന്നത്. തിങ്കളോ 1-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് രാവിലെയാണ് പരീക്ഷ. രാവിലെ 7 മണിക്ക് ആ ഒരു ടൈമിലായിരിക്കും നല്ല രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ വെനസ്ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. 416/2025 ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ എക്സാമിനേഷന്റെ ഡിസ്ട്രിക്റ്റും എക്സാമിനേഷന്റെ താലൂക്കും ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കുന്നതോടുകൂടി ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ള എന്താ? ഇതുവരെ പഠിക്കാത്തവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, നല്ല എഫക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് ഈ ഒരു ജോലി ലക്ഷ്യം കണ്ടുകൊണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? പഠിക്കാത്ത ആളുകൾ പഠനം ഇപ്പൊ തന്നെ തുടങ്ങുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവര് അവര് അതേ വേഗതയിൽ, അതേ ഊർജത്തിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷ എത്തിപ്പിടിക്കാൻ പറ്റും. സുവോളജിക്കാർക്കും അതുപോലെ തന്നെ ഫിഷറീസുകാർക്കും ഒക്കെ ഒരുപോലെ തന്നെ ചാൻസ് ഉള്ള പരീക്ഷയാണ്. മാത്രമല്ല നിങ്ങൾ ഒരു ഗസറ്റഡ് പോസ്റ്റിൽ റിട്ടയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ഒരു പരീക്ഷ കൂടിയാണ് ഫിഷറീസ് ഓഫീസറുടെ പരീക്ഷ. ഇതൊരു ചെറിയ മീനല്ല. ഓക്കെ, ഇതൊരു ചെറിയ മീനല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഇനി എന്താ? ഇതിന്റെ സിലബസ് എങ്ങനെയാണ്? സിലബസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമുക്കറിയാം 100 മാർക്കിന്റെ പരീക്ഷ അല്ലെ? 100 മാർക്കിന്റെ പരീക്ഷയാണ് നമുക്കറിയാം. ഓക്കെ, ടോട്ടൽ 100 മാർക്കാണ് പരീക്ഷ. നമുക്ക് മൊത്തത്തിൽ നമുക്ക് 14 മൊഡ്യൂൾസ് ഉള്ളത്. 14 മൊഡ്യൂൾസ് ആണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മൊഡ്യൂൾ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിന് 10 മാർക്കാണ് കേട്ടോ. 10 മാർക്കിന്റെ മൊഡ്യൂളാണ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നോക്കി ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി. ഒരു ചെറിയ മൊഡ്യൂൾ ആണെങ്കിൽ അത്യാവശ്യം പഠിക്കാനുള്ള കണ്ടന്റ് ഉള്ള മൊഡ്യൂളാണ് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി. 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കാണ് ഫിഷിംഗ് ക്രാഫ്റ്റിൽ നിന്ന് ചോദിക്കാവുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് ഫിഷിംഗ് ഗിയർ ടെക്നോളജി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫിഷിംഗ് ഗിയർ ടെക്നോളജി. അവിടെ എന്താണ്? 5 മാർക്കാണ്. അടുത്തത് 4ാമത്തെ മൊഡ്യൂൾ നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പും. എത്ര മാർക്കാ? 5 മാർക്കിന്റെ മൊഡ്യൂളാണ് നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പ്. അതുപോലെ തന്നെ ഫിഷ് പ്രിസർവേഷൻ എത്ര മാർക്കാ? 10 മാർക്കിന്റെ മൊഡ്യൂളാണ് ഫിഷ് പ്രിസർവേഷൻ എന്നുള്ള മൊഡ്യൂള്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 6 ഏതാ? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് മൊഡ്യൂൾ 6. അതും 5 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. 7 അക്വാറ്റിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ നമ്മുടെ മറൈൻ ഫ്രഷ് വാട്ടർ ആൻഡ് ബ്രാക്കിഷ് വാട്ടർ എൻവയോൺമെന്റ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ അക്വാറ്റിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ്. അതും എത്ര മാർക്കാ? 5 മാർക്കിന്റെ ആണ്. 8ാമത്തെ മൊഡ്യൂൾ ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ് ആണ്. അത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ 8ാമത്തെ മൊഡ്യൂള്. അതിനും എത്ര മാർക്ക് തന്നെയാ? 10 മാർക്കാണ്. അതിനും 10 മാർക്കാണ്. 9ാമത്തെ മൊഡ്യൂളാണ് ഓർണമെന്റൽ ഫിഷ് കൾച്ചർ.
ഫിഷ് കൾച്ചർ ആണ് 9ാമത്തെ മൊഡ്യൂള്, അതിന് 5 മാർക്കാണ്. അക്വാറ്റിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് ആണ് 10ാമത്തെ മൊഡ്യൂള്, അതിന് എത്ര മാർക്കാ? 10 മാർക്കാണ്. ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് 11ാമത്തെ മൊഡ്യൂളാണ്. ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന് 10 മാർക്കാണ് കേട്ടോ. ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സിന് എത്ര മാർക്കാ? 10 മാർക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ഒരു 8-9 മാർക്ക് 8 മാർക്കോളം ചോദിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞാലും 8 മാർക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ, ഈ പ്രോബബിലിറ്റി, റാൻഡം വേരിയബിള്, അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, അതൊരു 8 മാർക്കിന് കഴിഞ്ഞ തവണത്തെ ചോദിച്ചതാണ്. അപ്പോൾ ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മിക്കവാറും എന്ത് വരും? ഇത്തവണ 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അതിൽ കൂടുതലും എന്തായിരിക്കും? ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇപ്പൊ ഈ കൈ സ്ക്വയർ ടെസ്റ്റ്, അങ്ങനെയുള്ള പ്രോബബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ 12ാമത്തെ മൊഡ്യൂളാണ്. ഫിഷറീസ് എക്സ്റ്റൻഷൻ 10 മാർക്കാണുള്ളത്. 13ാമത്തെ മൊഡ്യൂളാണ് ഫിഷറി എക്കണോമിക്സ് ആണ്. 5 മാർക്കിന്റെ മൊഡ്യൂളാണ് ഫിഷറി എക്കണോമി. അതുപോലെ തന്നെ 14ാമത്തെ മൊഡ്യൂൾ, ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് നമ്മുടെ ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ. ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ ആണ് ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ. അതിന് നമുക്ക് എത്ര മാർക്കാ? 5 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. കൃത്യമായിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ സിലബസിനകത്ത് നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് 100 മാർക്കിന്റെ പരീക്ഷയാണ്. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് ഈ ഫിഷറീസ് ഓഫീസറിന് ജോയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് പോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഉറപ്പുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഫിഷറീസ് ഓഫീസർ പോസ്റ്റ്. നമുക്കറിയാം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒക്കെ ഇതിനകത്ത് നിന്ന് പ്രൊമോഷൻ പോസ്റ്റ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിലബസിന്റെ കേസ്. അപ്പോ മാസ്റ്റർ കീ അക്കാദമി ഫിഷറീസ് ഓഫീസർ പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രാഷ് ബാച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ജൂൺ 3-നാണ് എക്സാം. നമുക്ക് മാർച്ച് 30-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിഷറീസ് ഓഫീസറിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 60 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും. ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ എല്ലാ ദിവസവും പരീക്ഷകളാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും പരീക്ഷ എഴുതി പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ ഫിഷറീസ് ഓഫീസറിന്റെ കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാർച്ച് 30-ന് ആരംഭിക്കും. നമുക്ക് എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കിടിലൻ ബാച്ച് ആയിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. സ്റ്റഡി പ്ലാൻ പോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് മെൻറ്റർ കൃത്യമായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കോഴ്സ് മെൻറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം പ്രിന്റബിൾ മോഡിലാണ്. അതുപോലെ മാക്സിമം MCQ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടേ നിങ്ങളെ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ. അപ്പോൾ ഏറ്റവും പുതിയ മാസ്റ്റർ കീ അക്കാദമിയുടെ ഫിഷറീസ് ഓഫീസർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.